ദീപത്താലേ തപസന്തേ ഭഗവാനെ. ശ്രുതി ചേർത്തിയാണത്, അടുത്ത ആൾക്ക് പാടാൻ വേണ്ടിയുള്ള ശ്രുതി ചേർത്തിയാണ്. അത് എല്ലാ ശബ്ദവും എടുത്ത് ഇങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ട് പക്ഷെ യൂട്യൂബിൽ അങ്ങനെയാണ്. അതാണ് ഇതിൽ പ്രശ്നം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ്. പിന്നെ പാട്ട്, നാടൻ പാട്ട്, വഞ്ചിപ്പാട്ട്, തൂരണത്ത് പാട്ട്, ഐവറി കളിപ്പാട്ട്, നായാടി കളിപ്പാട്ട്, പുള്ളുവൻ പാട്ട്, നന്ദുണിപ്പാട്ട്, ഇതൊക്കെ പാട്ടാണ്. പാട്ടിനൊരു കാര്യം നിർബന്ധമാണ്, ശ്രുതി താള ഭാവലയ സംഗതികളാൽ സമ്പുഷ്ടമായിരിക്കണം പാട്ട്. നമ്മൾ എന്തൊക്കെ പുരോഗമനം പറഞ്ഞാലും ശ്രുതി താളം ഭാവം ലയം സംഗതി അതുണ്ടായിരിക്കണം, അത് സമ്പുഷ്ടമായിരിക്കണം. അതിനാണ് നമ്മൾ സമ്മാനം കൊടുക്കുള്ളൂ എന്നർത്ഥം. 7 ആൾ കൂടി പാടുമ്പോൾ ഒരാൾ പാടിക്കൊടുക്കുന്നു. താത്തിനന്തക തെന്താരെ തക തകത്തിനന്തക തയ്യാറേ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ഒരാൾ താത്തിനന്തക തയ്യാറേ തക തകത്തിനന്തക തയ്യാറേ ശ്രുതിപ്പിച്ചാവും. നമ്മൾ എഴുതി വെക്കുക ശ്രുതിപ്പിച്ചാവും. നേരെ മറിച്ച് സ്ട്രെയിൻ ചെയ്യാതെ തന്നെ അപ്പോൾ അതും ശ്രുതിപ്പിച്ചവിട്ടാണ്. മനസ്സിലായ എല്ലാവരും ഒരേ ലീഡിങ് വോയിസ്, മെയിൽ ഓർ ഫീമെയിൽ, ആരാണോ പാടി കൊടുക്കുന്ന ആ ശ്രുതിയിൽ എല്ലാവരും ബാക്കിയുള്ള 6 ആളും ഏറ്റുപാടണം. അതാണ് ശ്രുതി ചെയ്യുന്നത്. ഇപ്പോൾ തുടങ്ങിയതല്ല. ഇപ്പോൾ ഞാനായിട്ട് ഇപ്പോൾ 2 പ്രാവശ്യം ഫോക്ലോർ അക്കാഡമി അവാർഡ് ജേതാവ് കൂടിയായിട്ടുള്ള ശ്രീ സത്യം മാഷോ 1 പ്രാവശ്യം ഫോക്ലോർ അക്കാഡമി അവാർഡ് ജേതാവായിട്ടുള്ള വിഘ്നേഷ് ടീച്ചർ ഉണ്ടാക്കിയതല്ല. ഇത് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ അവർക്ക് ശ്രുതി പോരാ എന്ന് പറയാൻ അറിയില്ലായിരുന്നു. അതറിയില്ല. നമ്മുടെ മാമൻ ശങ്കുറുട്ടിയെ നീ പാടണ്ട എന്ന് പറയുമ്പോൾ എന്താ മാമ ഞാൻ പാടിയാൽ നീ ഇതിലേക്ക് ചേരുന്നില്ല എന്ന് പറയും. പണ്ട് കാലത്ത് നീ ഇതിലേക്ക് ചേരുന്നില്ല. എന്തായിരുന്നു ചേരാത്തതിൻ്റെ കാരണം? പിന്നീട് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ച ഇന്നത്തെ നാടൻ പാട്ടുകാർക്ക് അത് മനസ്സിലായി. എന്തായിരുന്നു? ശ്രുതി കോമ്പിനേറ്റഡ് അല്ല. അത് ശങ്കരുട്ടി മാമിന് പറയാൻ കിട്ടുന്നില്ല, അന്ന് നീ ഇതിലേക്ക് ചേരുന്നില്ല എന്നേ പറഞ്ഞു. അപ്പോൾ അതാണ്. അപ്പോൾ ശ്രുതി താളം എത്ര നന്നായി പാടിയ കുട്ടികളുടെ താളം വലിഞ്ഞു പോയി എന്നറിയും. അതായത് റിപ്പീറ്റേഷൻ വരുമ്പോൾ നമ്മൾ സമത്തിലാണ് പാടുക. അങ്ങനെ നേരം പുലർക്കാലേ നേരത്തെണിറ്റാവാള് മുറ്റവും 4 പുറാവും അടിച്ചു തീർത്തേ. താളം പിടിക്കും. നേരം പുലർക്കാലേ, ഇതാണ് താളം. മാഷ് പിടിക്കുന്ന താളം, ഞാൻ പിടിക്കുന്നതോ ഇതും താളം തന്നെയല്ലേ. പക്ഷേ ഇതിനെ പറയുന്ന പേരാണ് അവതാളം. അപ്പോൾ പാട്ട് ഒരു 4 വരി കഴിഞ്ഞപ്പോൾ, അഥവാ പല്ലവി കഴിഞ്ഞപ്പോൾ പിന്നെ പാട്ട് താളത്തിൽ നിന്ന് അവതാളത്തിലേക്ക് മാറി. എന്നുവെച്ചാൽ സമം എന്ന് പറയും ശാസ്ത്രീയ ഭാഷ്യത്തിൽ. നമ്മൾ ഈ മാഷ് പിടിച്ച താളത്തിന് സമം എന്ന് പറയും. ഞാൻ പിടിച്ചത് ഇടം എന്ന് പറയും. ഇടത്തിൽ തുടങ്ങി ഇടം, ഗ്യാപ്പിൽ, അതിനാണ് ഇടം എന്ന് പറയും. അപ്പോൾ ഇടത്തിലാണ് പിന്നെ 2-3 മനോഹരമായി പാടിയ പാട്ടുകൾ. പക്ഷെ നമ്മളത് ഈ പാട്ടിൻ്റെ മൂല്യം വിലയിരുത്തുമ്പോൾ അവർക്ക് പ്രൈസ് കൊടുക്കാൻ കഴിയില്ല. കാരണം പാട്ട് ആദ്യത്തെ പല്ലവി കറക്റ്റായിട്ട് പാടി, പിന്നെ കൊട്ടുകാർ ഇടഞ്ഞു മനസ്സിലായി, ഇടഞ്ഞു പിടിക്കുക എന്ന് പറയും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ സംഗതി, നാടൻ പാട്ടിൻ്റെ സംഗതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നാടൻ പാട്ടിൻ്റെ സംഗതി നമ്മൾ ശാസ്ത്രീയ സംഗതിയല്ല. അതായത് പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭ മുരാരേ. അതല്ലല്ലോ ശാസ്ത്രീയത്തിന്. അങ്ങനെയാണ് സംഗതി വരുന്നത്. നേരം പുലർക്കാലേ നേരത്തെണിറ്റാവാള് മുറ്റവും 4 പുറാവും. എന്താ ആ സാധനം വരേണ്ടത്? അവിടെ അത് വരുന്നില്ല നമ്മുടെ കുട്ടികൾക്ക്. നമ്മുടെ കുട്ടികളെന്ന് പറഞ്ഞപ്പോൾ നാളെ പാട്ട് തൊഴിലായി സ്വീകരിച്ചവരല്ല. അപ്പം അങ്ങനെ ആ സംഗതി വരണം. പിന്നെ ഭാവം എന്ന് പറഞ്ഞാൽ ഒരു വികാരമില്ലാതെ. ഇപ്പം നമ്മളിവിടെ പാടുമ്പോൾ തന്നെ അവരുടെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ വിഷ് ചെയ്യുന്നുണ്ട് പാട്ടിൻ്റെ ഇടയിൽ. ഇങ്ങനെ പാടുമ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടിയത്. അപ്പം എന്താ വെച്ചാൽ ആ പാട്ടിൻ്റെ ഭാവം മാറി. ആ പാട്ടിൻ്റെ ഭാവം വെച്ചാൽ പാത്തറ്റിക് മൂഡ്. വലിയ അളക്കുന്നേരം വല്യമ്പ്രാൻ്റെ മുഖത്ത് നോക്കി കഞ്ഞിക്ക് തികയില്ല എന്ന് ചീറിയോളെ
പൊന്നിന്റെ പട്ട കെട്ടിയ പറയോങ്ങി അടിച്ചേ ചെഞ്ചോര പൂക്കളത്തിൽ പിടഞ്ഞേനെൻ്റെ. ഇതാണ് പാട്ട് അതാണ്. അപ്പം അത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈ വെക്കിയിട്ട് കാലിങ്ങനെയാക്കി ചെഞ്ചോര പൂക്കളത്തിൽ പിടഞ്ഞേനെ, അങ്ങനെ പാടാമോ? അപ്പൊ ഭാവം മാറി. ആ പാട്ടിന് ആവശ്യമായിട്ടുള്ള ഭാവമല്ല എന്നർത്ഥം. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇനി ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. റിസൾട്ട് പറയുക, നമുക്ക് ഒരുപാട് മത്സരങ്ങൾ നടക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെയൊക്കെ സാധ്യതകൾ കൂടി വിലയിരുത്തിയിട്ടാണ് നമ്മൾ ഫലപ്രഖ്യാപനം നടത്തുന്നത്. ഞങ്ങൾ 3 നാളും ഒരുപാട് പുരസ്കാരങ്ങൾ വാങ്ങിയവരാണ്. ദൂരദർശനിൽ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. മറ്റേ വിഘ്നേശ്വരി ടീച്ചർ, മോഹൻ സിത്താര സാറിൻ്റെ പ്രഥമ ശിഷ്യ എന്നവകാശപ്പെടാം. ഒരുപാട് കലകളിൽ സമ്പുഷ്ടമാക്കിയിട്ടുള്ളൊരു മാന്യദേഹമാണ്. ഡാൻസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, നാടകം എത്ര നാടകം കളിച്ചിട്ടുണ്ടാവും? 12 നാടകം കളിച്ചിട്ടുണ്ടാവും. എല്ലാ നാടകത്തിലും 2 കളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ കുടുംബശ്രീ കലോത്സവത്തിനും പിന്നെ യുവജനോത്സവം, കേരളോത്സവം, അതിലൊക്കെ 8 ഫസ്റ്റ് വരെ കിട്ടിയിട്ടുള്ള, ജില്ലയിൽ ഫസ്റ്റ് എടുത്തിട്ടുള്ള ആളാണ്. പിന്നെ സത്യമാഷെ പറ്റി പിന്നെ പറയണ്ട. സത്യമാഷ് നിങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിലുടനീളം കരിതിലക്കൂട്ടം, നമ്മുടെ ഇവിടുത്തെ വാടാനപ്പള്ളിയിലെ പ്രേംപ്രസാദ് മാഷിൻ്റെ ജനനായകന തുടങ്ങിയ ആളുകളെങ്ങനെ ചാടിപ്പിച്ച് പാട്ട് പാടുന്ന ഒരാളാണ്. ഞാൻ പിന്നെ മുരളിയുടെ പാട്ട് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏകണ്ടിയുടെ സ്വന്തമാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ ഇവിടെ വെളിച്ചപ്പാട്ടിലൂടെ പഞ്ചവാദ്യമൊക്കെ തൊഴിലായി സ്വീകരിച്ചാണ്. ഭാഗം മുഴുവൻ നമ്മൾ കൊട്ടാരത്തിൽ. പിന്നെ ഒരുപാട് ഇതുണ്ട്, നാടകമുണ്ട്, ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഉപകരണങ്ങൾ വായിക്കും. ഇവിടെ തന്നെ ഒരുപാട് ഇപ്പോൾ 4 കൊല്ലം മുമ്പങ്ങാണ്ട് ഇവിടെ ഈ കലോത്സവം നടന്നപ്പോൾ ഞാൻ ജഡ്ജായിരുന്നു. കഴിഞ്ഞ വർഷം ചാവക്കാടും ഞാൻ ജഡ്ജായിരുന്നു, കൊടകരയും ജഡ്ജായിരുന്നു. കുറേ കൊല്ലങ്ങളായിട്ട് നമ്മൾ. അപ്പം അങ്ങനെയാണ്. ഒക്കെ മോശക്കാരല്ല. ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. കലാമണ്ഡലം അവാർഡ്, പോപ്പുലർ അക്കാദമി അവാർഡ്, കേരള സംഗീത അക്കാദമി അവാർഡ്, നാഷണൽ അവാർഡൊക്കെ വേണം. നമുക്കിതിനെപ്പറ്റി ഗ്രാഹ്യമുണ്ട് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഞങ്ങളുടെ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫലപ്രഖ്യാപനം നടത്തുന്നു. ഇവിടെ ആദ്യം തന്നെ ഒരു സന്തോഷം അറിയിക്കുന്നു. മത്സരത്തെ സീരിയസ് ആയിട്ട്, ഇപ്പം ഞങ്ങൾ കുറേ കൊല്ലമായിട്ട് വരുന്നവരാണ്. മത്സരത്തെ, നാടൻ പാട്ട് മത്സരത്തെ ഇവിടുത്തെ കുട്ടികൾ, സരസ്വതി വിദ്യാനികേതനിലെ മക്കൾ സീരിയസ് ആയിട്ട് ഈ കോമ്പറ്റീഷൻ കണ്ടു എന്നുള്ളത് കൊണ്ട് തന്നെ, സമ്പുഷ്ടമായിട്ടുള്ള മറ്റേ സാധനം നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ സീരിയസ് ആയിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ ഒരു ജാലറ, ഭജനയുടെ ജാലറ എന്നാണ് പറയേണ്ടത്. ഇതാളത്തിന് ജാലറയും ഒരു തപ്പും മാത്രമായിരുന്നു ഇതൊക്കെ. അതായത് ഒരു 10 കൊല്ലം മുമ്പ് തൊട്ടേ നിങ്ങളുടെ കലോത്സവത്തിന് ബാല വിഭാഗത്തിൻ്റെ പാട്ടിനുണ്ടാവുക താളം. ഇന്നോ കണ്ണ് തള്ളിപ്പോയി നമ്മുടെ. കാരണം മിക്ക സംഘങ്ങൾക്കും ചെണ്ടയും മരവും ഇൻസ്ട്രുമെൻസും പുള്ളും കുടം ഒക്കെ വായിക്കുന്നു പെൺകുട്ടികൾ. ഭയങ്കര സംഭവമല്ലേ. ആണുങ്ങൾക്ക് പോലും സത്യമാഷ് വായിക്കാറിയാം, പുള്ളും കുടം വായിക്കാറില്ല. ടീച്ചർക്കോ ഇല്ല. അതല്ല, ഇത്രയും അവാർഡും പുരസ്കാരമൊക്കെ വാങ്ങിയിട്ടുള്ള ടീച്ചർക്ക് പുള്ളും കുടം വായിക്കാൻ അറിയില്ല. പക്ഷേ സരസ്വതി വിദ്യാനികേതനിൽ നിന്ന് മത്സരിച്ച ഒരുപാട് കുഞ്ഞു മക്കൾക്ക്, ബാലവിഭാഗത്തിലെ കുട്ടികൾക്ക് പുള്ളും കുടം വായിക്കാൻ അറിയും. അപ്പം അതിന് പ്രമോട്ടഡാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു സംഭവമാണ്. എന്നതുകൊണ്ട് തന്നെ മത്സരിച്ച എല്ലാവർക്കും A ഗ്രേഡ് കൊടുത്തതായി നിങ്ങൾ അറിയിച്ചു. പിന്നെ സമ്മാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരിമിതി നമുക്കറിയാലോ. നമ്മുടെ എസ്കോർട്ടിംഗ് ടീച്ചർ, നമ്മുടെ ഈ ടീച്ചർ, നിങ്ങളുടെ ടീച്ചർ, ഇപ്പം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ ടീച്ചർ ഒരു ഫസ്റ്റേ പാടുള്ളൂ മാഷെ, ഒരു ഫസ്റ്റേ പാടുള്ളൂ 4 പ്രാവശ്യം ഈ പറഞ്ഞു. മനസ്സിലായില്ല? ഞങ്ങൾക്കാണെങ്കിൽ ഒരു 7 ഫസ്റ്റേക്കിന് കൊടുക്കാനുള്ള പ്രോഗ്രാം ഇവിടെ നടന്നു. മനസ്സിലായി? അപ്പം അതുകൊണ്ട് ടീച്ചർ റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഒരു ഫസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്, ഒരു സെക്കൻഡാണ് കൊടുക്കുന്നത്, ഒരു തേർഡാണ് കൊടുക്കുന്നത്. തേർഡ് പ്രൈസ് 3ാം സ്ഥാനത്തിന് അർഹമായിട്ട് നമ്മൾ ഏകകണ്ഠമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ളൂ. കോഡ് നമ്പർ 11. 2ാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ള കോഡ് നമ്പർ 1 അതിലേക്ക്. അപ്പോൾ പിന്നെ 1ാം സ്ഥാനത്തിന് അർഹമായിട്ടുള്ള കോഡ് നമ്പർ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു കോഡ് നമ്പർ 8. അതിൽ ലീഡ് ചെയ്ത് പാടിയ ആ മാന്യ വിദ്യാർത്ഥി മിത്രം, അതായത് കൊച്ചു കലാകാരൻ എന്ന് പറഞ്ഞ ആൾ ആകാരം കൊണ്ട് കൊച്ചു തന്നെയാണ്. പക്ഷെ ഒരു പ്രൊഫഷണൽ കലാകാരൻ്റെ എല്ലാ പരിവേഷങ്ങളും അദ്ദേഹത്തിലുണ്ട്, ആ കുട്ടിയിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പാടുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് ആ കുട്ടി എന്താവും, ഈ മേഖല
പിടിച്ചെടുക്കും. മറ്റൊരു കലാഭമണിയാകാൻ സാധ്യതയുള്ള ആ കുട്ടിയെ അഭിനന്ദിച്ചുകൊണ്ട് 1ാം സ്ഥാനം കോഡ് നമ്പർ 8 കൊടുത്തതായി അറിയിക്കുന്നു.